ഹായ് ഗൈസ്, നമസ്കാരം. എവിടെ നിന്ന് തുടങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആദ്യം നമുക്ക് ഞരമ്പിനെ പറ്റി സംസാരിക്കാം. ഇന്നലെ നടന്നൊരു വണ്ടർഫുൾ നാടകം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിം ഓൺ യു ഗൈസ്. ഞാൻ ഭയങ്കര സംഭവമാണെന്നോ, ഞാൻ ഭയങ്കര അടിപൊളി ഗെയിമർ ആയിരുന്നെന്നോ, ഞാൻ ബിഗ് ബോസിൽ പോയി അങ്ങ് മറച്ചിട്ടിട്ട് വന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഐ ആം ഷുവർ ഐ ഹാവ് എ ക്യാരക്ടർ. അത് അതിൻ്റെ ഉള്ളിലാണെങ്കിലും പല രീതിയിലും പോർട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആരെ വെച്ചിട്ടാണ് പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത് അവർക്ക് വരെ അറിയാം വാട്ട് ഐ ആം, ഹു ഐ ആം ഇൻ എ സർട്ടൺ ലെവൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അനുവും ആദിലയും നൂറയും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തൊരു കാര്യം? നമ്മുടെ ആര്യൻ നൂറയുടെ വയറിലോട്ട് നോക്കി ഒന്ന് കാണിച്ചു. അപ്പോൾ ആദില കട്ടക്കലിപ്പായി, നീ ഇത് ചിരിച്ച് സംസാരിക്കുന്നു, ആന തേങ്ങ മാങ്ങ എന്നുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ഒന്നാമത്തെ കാര്യം. ഇന്നലെ ശൈത്യോട് നൈറ്റ് വാക്ക് ത്രൂ ഗ്രാസ്, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആദില ശൈത്യോട് പറഞ്ഞൊരു കാര്യം, അതായത് നൂറയുടെ തോളത്തിങ്ങനെ കൈവച്ചപ്പോൾ നമ്മുടെ അനുമോൾ എന്ത് ചെയ്തു, ഞരമ്പനാണെന്ന് കാണിച്ചു എന്ന്. ഇവരുടെയൊക്കെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇത് ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാതെ ഇന്നലെ ശൈത്യ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം, അതായത് തികച്ചും കരിവാരി എറിഞ്ഞൊട്ടിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടന്നതും അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അക്ബറുണ്ട്, ആര്യനുണ്ട്, ശൈത്യയുണ്ട്, നമ്മുടെ ആർജെ ബിൻസി ഉണ്ട്. നമ്മുടെ ആർജെ ബിൻസി അല്ല, ആർജെ ബിൻസി ഉണ്ട്. അതേപോലെ ആരാണ്, ഞാൻ ആരെങ്കിലും പേര് മറന്നോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്തേക്ക്. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നൂറയുടെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ വിഷയം വന്നപ്പോൾ ചൂടായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരാള് ഈ ഒരു കാര്യത്തിൽ ഞരമ്പനാണോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് വേറൊരു വണ്ടർഫുൾ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദില പുറത്താകുന്ന സമയത്ത് അനുമോൾ അകത്ത് പോയിട്ട് ടിഷ്യൂ പേപ്പറിൽ എന്തോ പേപ്പറിൽ വിനുവിന്റെ നമ്പർ, വിനു എടാ നീ ബിഗ് ബോസിൽ പോവാതെ തന്നെ ബിഗ് ബോസിന്റെ ഒരു പില്ലറായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ നമ്പർ എഴുതി കൊടുത്ത് ഇയാളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വോട്ടൊക്കെ കുറച്ച് എടുക്കുന്ന ടീംസ് ഉണ്ട്, അപ്പോൾ അത് കൊടുത്താൽ മതി, കുറച്ച് പൈസയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വോട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഇതൊന്നും ആ സമയത്ത് ആദില ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് പറ്റാത്ത ഒരു കാര്യം അപ്പൊ തന്നെയല്ലേ റിയാക്ട് ചെയ്യണ്ടേ? പിന്നെ റിയാക്ട് ചെയ്യുന്നവർ എപ്പോഴാണെന്നറിയാമോ, നമ്മുടെ കൂടെയുള്ള ആളുകൾ രക്ഷപ്പെടുന്നു തോന്നുമ്പോൾ, അയ്യോ ഇവൻ രക്ഷപ്പെടുന്നുണ്ടോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹെൽപ്പായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നാൽ അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് ഇപ്പൊ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആദിലെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കുന്നത്. അനുമോള് അവിടെ നമ്പർ എഴുതി കൊടുത്തിട്ട് എന്താ പറഞ്ഞത്, 100 വോട്ട് എടുക്കാനാണ് പറഞ്ഞത്. ആര്യന് വോട്ട് എടുക്കാനോ അല്ലെങ്കിൽ പോട്ടെ, ആര്യന്റെ കേസ് പോട്ടെ, എനിക്ക് വോട്ട് കുറവാന്ന് തോന്നുന്നുണ്ട്, അപ്പൊ വിനുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് ഇത്തിരി വോട്ട് കൂട്ടിത്തരാൻ പറയണമെന്നല്ല അവിടെ അനുമോള് പറഞ്ഞത്. ആദിലയുടെ പേരായ 100 വോട്ട് കൂട്ടി കൊടുക്കാനാണ് പറഞ്ഞത്. അത് എന്താണ്, ക്ലിയർ ഫ്രണ്ട്ഷിപ്പാണ്. അനുമോൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ പെങ്കൊച്ചെ, എനിക്കറിയാൻ പാടാത്തോണ്ട് അവനവന്റെ കാര്യം നോക്കി നടക്കാതെ ഈ സഹായിക്കാൻ നടന്ന ജീവിതകാലം മുഴുവനും പണി കിട്ടുള്ളൂ എന്നുള്ളത് അനുമോളോട് ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയും, നിർത്തിക്കോ ഇമാതിരി പണി വാങ്ങിച്ചു വയ്ക്കണ്ടെന്നുള്ളത്. ആദിലയുടെ പെയറായ, ആദിലയുടെ ബെറ്റർ ഹാഫായ 100 ഗുണം ചെയ്യാനാണ് നമ്മുടെ അനുമോള് ഈ ഒരു നമ്പർ എഴുതി കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്തത്. അത് ഉൾട്ടടിച്ച് ഇതൊക്കെ ഭയങ്കര സംഭവമാക്കി ശൈത്യോട് സംസാരിക്കുന്നു. എന്ത് വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ് അത്. അവളുടെ നല്ല മനസ്സല്ലേ, നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ ആ ഒരു കാര്യം ചെയ്തത്. അനുമോൾക്ക് വേണമെങ്കിൽ പറയാലോ, അക്ബറിനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്, ലൈക്ക് എനിക്ക് വോട്ട് കുറവായിരിക്കും, അപ്പൊ വിനുവിന്റെ ഈ വോട്ട് വാങ്ങിക്കണം, അങ്ങനെയല്ലല്ലോ സംസാരിച്ചു. പിന്നെ ഇവരെന്തിനാണ് ഈ തികച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ആര്യം കയറിയിട്ട് അക്ബറിനോട് പറഞ്ഞു അനുവിന്റെ PR അറഞ്ചം പുറഞ്ചം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സൈബർ അറ്റാക്ക് ഇല്ലാത്തൊരു സീസൺ നിങ്ങൾ കാണിച്ചു തരൂ? കഴിഞ്ഞ സീസൺ വരെ എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടെ ഫാമിലിക്കും അറഞ്ചം പുറഞ്ചം സൈബർ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഒനീലിന്റെ ഫാമിലിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ മമ്മിയെ പോലും അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞ ടീംസ് ഉണ്ട്. ഒനീലിന്റെ പേജ് നോക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് അനുവിന്റെ PR തെറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ വിനുവായിട്ട് സംസാരിച്ചപ്പോൾ വിനുവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞ ഈ പുള്ളിയോട് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാം ഡിലീറ്റ് ആണ്, കാണുന്നില്ല, സോറി, അത് അനുമോളുടെ അല്ലാട്ടോ, അത് ലക്ഷ്മിയുടെ PR ആണ്, അത് അനീഷിന്റെ PR കൊണ്ട് മിക്സ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. സി, ഇവരൊക്കെ ഈ തെറിയും ഒച്ചപ്പാടും പറയുന്നത് അനുവിന്റെ PR ആണെന്ന് പറയുന്നതിൽ എന്താ ഉറപ്പുള്ളത്? ഞാൻ അനീഷിന്റെ PR ആണ്, ഞാൻ അപ്പുറത്ത് പോയി ഞാൻ അനുവിന്റെ PR ആണെന്ന് പറഞ്ഞിട്ട് തെറി പറയണമെങ്കിൽ തെറി പറയാമല്ലേ? നമുക്ക് അതിനകത്ത് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ അക്ബറിന്റെ വക വൻ നാടകവും കരച്ചിലും 25 കുടുംബങ്ങളുടെ ജീവിതം തൊലച്ചുമുണ്ട്. എന്ത് ജീവിതം തൊലച്ചു? പിന്നെ ആര്യന്റെ ചാറ്റ് പുറത്തേക്ക് എടുത്തരാം, മാനിപ്പുലേറ്റഡ് ചാറ്റ് അല്ല, അത് ഒറിജിനൽ ചാറ്റാണ്. അതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു വീഡിയോയില്, മനസ്സിലായോ? അപ്പോ
ഒരു കുട്ടിയെ ജയിക്കാൻ പോണെന്ന് കാണുമ്പോൾ അടപടലം വലിച്ചിടുന്ന ഒരവസ്ഥ, ഒരു വൃത്തികെട്ട ഒരവസ്ഥ. ആരും പിരിയേറ്റി കൊടുത്താണ് അക്ബറിന്. അത്യാവശ്യം ബിഗ് ബോസിന് കണ്ടന്റൊക്കെ കിട്ടി. അക്ബർ കരഞ്ഞ് അക്ബർ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയപ്പോൾ ബിഗ് ബോസിന്റെ ഒക്കെ ഒരു അനൗൺസ്മെന്റ്, പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കരുത്, ഇനി സംസാരിച്ചാൽ ബാഗ് എടുത്ത് അപ്പം തന്നെ പുറത്തേക്ക് വിടേണ്ട വരുന്നു. ഇത്രയും ഗ്രഡ്ജ് വെച്ചിട്ട് ഒരു സീസൺ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഗ്രഡ്ജ് വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു വലിച്ച് താഴോട്ട് ഇടുന്നതും ഞാൻ ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. പൂജ എൻ്റെ ഡ്രസ്സ് വലിച്ച് പുറത്തോട്ട് ഇടുന്നു ഗൈസ്. അവിടെ കുറച്ച് പുതിയ ഡ്രസ്സ് വന്നിട്ടുണ്ട്. കുറച്ചൊന്നല്ല കേട്ടോ, ചെറിയ കുറച്ച് രണ്ട് ഡ്രസ്സും ഒരു ബോക്സും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞു പൂച്ച വലിച്ച് താഴെ വിടാം. സോറി, കണ്ടന്റ് ഇത് മാറിപ്പോയി അല്ലേ. അപ്പോൾ ഇത് അനുമോൾ പുറത്തിറങ്ങുമ്പോൾ കാണട്ടെ, അനുമോൾ മനസ്സിലാക്കട്ടെ ഇമാതിരി വള്ളി ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നും എടുത്തു വെക്കരുത്. അതിലേക്ക് എനിക്ക് തോന്നണേ ആദില പുറത്താവാൻ പോണെന്നും അനു ജയിക്കാൻ പോണെന്നുണ്ടാകുമ്പോൾ കോൺസ്റ്റിപ്പേഷനും ലൂസ് മോഷനും വൊമിറ്റിങ്ങും തുമ്മലൊക്കെ കൂടി വരുന്ന ഒരു ഇതൊക്കെ കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയാണ്. എല്ലാവരും കൂടി നിന്നിട്ട് ആ കൊച്ചിനെ വലിച്ചിടാൻ നോക്കുക.